എരുമേലി അഴുതക്കടവ് കാനനപാത വഴി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പാഴ്വാക്കായി. തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകില്ല. വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ദേവസ്വം ബോർഡിനുണ്ടായ വീഴ്ചയാണ് സ്പെഷ്യൽ പാസ് വൈകാൻ കാരണം. പിന്നെ കാനനപാതയിൽ പാസ് കൊടുക്കുക തുടങ്ങിയ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് കുറച്ചുകൂടെ റിലാക്സ് ചെയ്തിട്ടുണ്ട് എന്നൊരു ആവശ്യമുണ്ട്. അത് ഫോറസ്റ്റുകാരായിട്ട് സംസാരിക്കണം. കൊടുക്കാമെന്നാണെന്ന് എരുമേലിയുള്ള മീറ്റിംഗ് നമ്മൾ തീരുമാനിച്ചപ്പോൾ കൊടുക്കാം. എരുമേലി അഴുതക്കടവ് കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകർക്ക് സ്പെഷ്യൽ പാസ് നൽകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞതാണ് ഈ കേട്ടത്. എന്നാൽ തീർത്ഥാടനം ആരംഭിച്ച് 34 ദിവസം പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ തീരുമാനമില്ല. സ്പെഷ്യൽ പാസ് നൽകുന്നതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ പറയുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുമെന്ന് ദേവസ്വം ബോർഡ് അറിയിക്കുന്നു. സ്പെഷ്യൽ പാസ് വേണമെന്ന ഭക്തരുടെ ആവശ്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നടപടികൾ വേഗത്തിലാക്കാൻ ദേവസ്വം ബോർഡ് ശ്രമിച്ചിട്ടില്ല. തീർത്ഥാടനകാലം ആരംഭിച്ചപ്പോൾ മുതൽ ഇക്കാര്യത്തിൽ ഭക്തർ പരാതി അറിയിച്ചതാണ്. സ്പെഷ്യൽ പാസിലൂടെ ദർശനം ക്രമീകരിക്കണമെന്ന ആവശ്യം ഉയർന്നതാണ്. എന്നാൽ ഈ ആവശ്യം ഗൗനിക്കാതെ തള്ളിക്കളഞ്ഞ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ചർച്ചകളും കൂടിയാലോചനകൾ നടത്താൻ പോലും തയ്യാറായില്ല. തീർത്ഥാടനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോലും ഇക്കാര്യത്തിൽ നടപടിയില്ല. 46 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് എരുമേലി അഴുതക്കടവ് പാതയിലൂടെ ഭക്തർ സന്നിധാനത്തെത്തുന്നത്. ഇങ്ങനെ വരുന്ന തീർത്ഥാടകർ വീണ്ടും സന്നിധാനത്തെ ക്യൂവിൽ പ്രവേശിക്കണം. മരക്കൂട്ടം മുതൽ ക്യൂ നിന്ന് ദർശനം നടത്തണം. ഇതൊഴിവാക്കി പുല്ലുമേട് സത്രം പാതയിലൂടെ വരുന്ന ഭക്തർക്ക് അനുവദിച്ചിരിക്കുന്നതിന് സമാനമായ സ്പെഷ്യൽ പാസ് എരുമേലി അഴുതക്കടവ് പാതയിലൂടെ എത്തുന്നവർക്കും വേണം എന്നായിരുന്നു ആവശ്യം. ജനം സന്നിധാനം.